നൗഷാദ് മാഷ്, അസ്സാം വലൈക്കും. വലൈക്കും സ്ലാം വറഹമത്തുള്ള. മാഷാ അല്ലാ, കഴിഞ്ഞ പ്രാവശ്യം സലാം പറഞ്ഞപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഖബർ സാർ, സന്തോഷ വാർത്ത. ബറക റഫീഖ്. നൗഷാദ് മാഷ് അദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വ്യക്തിക്ക് നേടാവുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അതെ, ഈ സർട്ടിഫിക്കറ്റിനും ഡിഗ്രിക്കും സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നൗഷാദ് മാഷ് കൊടുക്കണം. സക്കാത്ത് MA ഉണ്ട്, BEd ഉണ്ട്, TTC ഉണ്ട്. ഈ BEdും TTCയും കൂടി എന്തിനാ മാഷേ? TTC ചെയ്തപ്പോൾ പിന്നെ ഒന്നും കൂടി ഒന്ന് പഠിച്ചാൽ നല്ലതാണെന്ന് തോന്നിപ്പോൾ പിന്നെ ഒരു വർഷം BEdും കൂടി അങ്ങോട്ട് ചെയ്തു. അപ്പോൾ ഒന്ന് ചെയ്താൽ മറ്റൊന്ന് എളുപ്പമാവുമല്ലോ. പഠിക്കുമ്പോഴല്ലേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് ചെയ്തതും കൂടി. പിന്നെ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3 ഇവയിൽ 4 മാത്രമേ ഉള്ളൂ അല്ലേ? സെറ്റ് എഴുതാൻ പറ്റൂല. എഴുതാൻ നിങ്ങൾക്ക് പറ്റൂല. അതെ. അല്ല, നിങ്ങളെന്താ PhDക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം അങ്ങനെ ഒരു സംഗതി ഒന്നും ചെയ്തിട്ടില്ലേ? പിന്നെ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ പ്രവർത്തനം ആ മേഖലയിലായതുകൊണ്ടേ പിന്നീട് അങ്ങനെ ഒരു ഒഴിഞ്ഞ സമയമോ മറ്റോ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു പ്രയാസമാണ്. നമുക്കൊരു പരിപാടി ഉണ്ട്, ഇങ്ങനെ ജീവിക്കാണല്ലോ, ആളുകളെ കെണിയിൽ കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോ നിങ്ങളെ കൈയൊന്ന് നീട്ടി പിടിച്ചോളി. നീട്ടിയില്ലേ? നിങ്ങൾ എന്റെ കൈയ്യമ്മ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രതിജ്ഞ എടുപ്പിക്കാൻ പോവാണ്. ഞാന് പറഞ്ഞോളൂ. ഡോക്ടറേറ്റിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ സാധ്യതകൾ പരിശോധിക്കാം. അല്ല, പക്ഷെ സൈഡിലൂടെ ഒരു സാധനം പോയിക്കോട്ടെ, നമുക്ക് പിന്നെ ശമ്പളത്തോടുകൂടെ തന്നെ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തീമുണ്ട്. ഏത് ഈ കാഴ്ച പരിമിതരുടെ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ നിന്നുകൊണ്ടുള്ള നല്ലൊരു തീം നിങ്ങളെ കയ്യിലുണ്ട്. ഒരുപാട് റിസർച്ച് ഒന്നും നടന്നിട്ടില്ല, പ്രത്യേകിച്ച് മലയാളത്തിൽ അങ്ങനത്തെ ഒരുപാട് റിസർച്ച് ഒന്നും നടന്നിട്ടില്ല. പിന്നെ നമ്മള് ഇതിലൊക്കെ ചില ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പൊതുമധ്യത്തിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലേ? നമ്മുടെ നിലവിൽ ഫറൂഖ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനുണ്ട്, ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഹബീബ്. മേഖലയിൽ തീസിസ് അവതരിപ്പിച്ചിട്ട് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അടുത്ത് ഒരു 2 വർഷത്തിനോളായി. എന്തായാലും നൗഷാദ് മാഷ്ക്ക് ഇത് പറ്റുന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പക്ഷെ അത് പറയാൻ അത്ര ശ്രമിക്കാം. അബ്ദുറഹ്മാൻ റിസർച്ച് സ്കോളറാണ്, ഞാൻ അത്ര പറയാൻ അർഹനല്ല. എന്നാലും ഒരു ശ്രമം ആവശ്യമുണ്ട് ശരിക്കും കേട്ടോ, സൈഡായിട്ട്. നൗഷാദ് മാഷെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, നൗഷാദ് മാഷ് 16-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച കുറഞ്ഞു വന്ന് അങ്ങനെ പൂർണ്ണമായും കാഴ്ച ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വർഷങ്ങൾ കൊണ്ട് എത്തി. ഇപ്പോൾ സമ്പൂർണ്ണമായി കാഴ്ചശക്തി ഇല്ലാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പ്രായം വരെ കാഴ്ചശക്തി ഉള്ളവനായും പിന്നീട് കാഴ്ചശക്തി ഇല്ലാത്തവനായും കാഴ്ച കുറഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും, അങ്ങനെ 3 കാലഘട്ടം അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. കുടുംബ പശ്ചാത്തലവും പഠനകാലവും ഒന്ന് വേഗത്തിൽ പറഞ്ഞ് വെക്കാം. അതായത് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള പാലക്കുറ്റി എന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ 6 മക്കളാണ്. അതിൽ 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അതിൽ ഞാൻ 4 ആൺകുട്ടികളിലുള്ള 6 മക്കളിൽ 5-ാമത്തെ ആളാണ്. അപ്പോൾ പഠിച്ചതൊക്കെ പാലക്കുറ്റി തന്നെയുള്ള ഒരു LP സ്കൂളും പിന്നീട് കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി വരെ കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ കാഴ്ച വല്ലാതെ കുറഞ്ഞു പോവുകയും പിന്നീട് ഒരു 2-3 വർഷക്കാലം പഠിക്കാൻ പറ്റാതാവുകയും പിന്നീട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിന്നീട് പഠനം തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താമസിക്കുന്നത് ചെറുവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറുവാടിയിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ചെറുവാടിയിൽ ഞാനും ഭാര്യയും 2 കുട്ടികളുമായിട്ട്, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിനടുത്ത് തന്നെയായിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു
5-8 വർഷമായിട്ട് ഇപ്പോൾ താമസിക്കുകയാണ്. കുട്ടികൾ ഒക്കെ ഉണ്ട്. കുട്ടികൾ കുട്ടികൾ 2 പേര് ട്വിൻസാണ്. ഓ മാഷാ അല്ലാ. പേരുകൂടി പറഞ്ഞോളൂ. പേരും വയസ്സും ക്ലാസ്സും പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. 2 പേരും പിന്നെ പഠിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ്. 7ാം ക്ലാസ്സിലാണ് 2 പേരും. ഒരാൾ ഫസീഹുൽ അമാൻ, മറ്റൊരാൾ ഫഹീമുൽ അമാൻ. മാഷാ അല്ലാ. ഫസീഹ് ആൻഡ് ഫഹീം, നിങ്ങളുടെ ഉപ്പ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ബാറക്കല്ലാഹു ഫീ. ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ചേക്കുട്ടി മാഷ്. ചേക്കുട്ടി മാഷ മോനെ തബ്ഷീർ, എൻ്റെ സ്റ്റുഡൻ്റാണ് തബ്ഷീർ. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ അവൻ ഉപ്പാൻ്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക് കയറ്റി കൊണ്ടുവരുന്നതും സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നതും ഇങ്ങനെ എനിക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലാണത്. പിന്നെ ആ കുട്ടി ഉപ്പാനെ കൈകാര്യം ചെയ്യുന്ന ഒരു രൂപമൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഫസീഹും ഫഹീമും 2 കൈയും പിടിക്കാൻ അദ്ദേഹത്തിന് ആളുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അൽഹംദുലില്ലാഹ്. പക്ഷേ 2 കണ്ണും എടുത്തു കളഞ്ഞപ്പോൾ പകരം കൊടുത്തതാണ് ഈ 2 കണ്ണുകൾ എന്ന് ആ മക്കൾക്ക് ബോധ്യമുണ്ടാകും. ചെറിയ മക്കളാണ് ഇപ്പോൾ അവർക്ക് ബോധ്യം ഉണ്ടാവട്ടെ. നിങ്ങളൊരു ഇക്കാക്കയെ നിന്നിട്ട് നമ്മൾ പറയാണ് ഫസീഹിനോടും ഫഹീമിനോടും ഉപ്പാനങ്ങൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. ഇപ്പം എന്തായാലും കെയർ ചെയ്യും. വലിയ കുട്ടികളാകുമ്പോൾ പരീക്ഷയും തിരക്കൊക്കെ വരുമ്പോൾ, പഠനവും ജീവിതവും തിരക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് കൂടി പറയണം. പക്ഷേ ഈ ഒരു കാഴ്ച നഷ്ടപ്പെട്ടത് ക്രമേണയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അതെ. അതായത് ഈ കാഴ്ച അങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്തപ്പോൾ നമ്മൾ പിന്നെ മെഡിക്കൽ മേഖലയിൽ ബന്ധപ്പെട്ട് പരിശോധന ഒക്കെ നടത്തിയ സമയത്ത് ഈ കണ്ണിലേക്ക് വരുന്ന ഈ മർദ്ദം കൂടുന്നതിനനുസരിച്ച് കണ്ണുകളിലെ ഞരമ്പുകൾക്ക് വരുന്ന ആ ഒരു ക്ഷയമാണ് ഇതിനേക്ക് കാരണമാക്കിയത്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞ അസുഖമാണ്. പക്ഷെ അത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു രോഗം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ചില സമയത്തൊരു മങ്ങൽ തോന്നുകയും പിന്നീട് അത് നേരെയാവുകയും ചെയ്യുകയും അത് ക്രമേണ നമ്മുടെ സൈഡ് വിഷൻ നഷ്ടപ്പെട്ട് വരികയും പിന്നീട് ഞരമ്പിൻ്റെ ക്ഷീണം സംഭവിക്കുന്നതിനനുസരിച്ച് അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. നമുക്കത് തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ മരുന്നുകൊണ്ട് നമുക്കൊരു പരിധി വരെയൊക്കെ ആ ഒരു കാഴ്ച കുറച്ച് കാലം കൂടി അധികം നമുക്ക് നിലനിർത്തി കിട്ടും. ശാശ്വതമായൊരു പരിഹാരം നിലവിൽ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. ഈ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അതിൻ്റേതായ ചില പ്രയാസങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാകുമല്ലോ. കാരണം നമ്മൾ അതുവരെ ജീവിച്ച് വരുന്ന സാഹചര്യത്തിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തത് ഒരു പക്ഷേ ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നാളെ കഴിയുന്നില്ല. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ നമ്മൾ ജീവിതം അങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റി വരുമ്പോൾ അതിൻ്റേതായ ഒരു കൺഫ്യൂഷൻസും ഒരു സ്ട്രെസ്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രയാസമാണ് ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കാഴ്ചയുള്ള കാലത്തെ കണ്ട കാഴ്ചകളിൽ ഏറ്റവും നല്ലൊരു നിമിഷം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം നമ്മൾ 16 വയസ്സിന് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ വെച്ചാൽ അത് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മളൊക്കെ പഠിച്ചു വളർന്നത്. ഒരു പുഴയുടെ അടുത്താണ്, പൂനൂർ പുഴയുടെ തീരങ്ങളിലാണ്, ഓരത്താണ് എൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് പുഴയിൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെള്ളം കയറും. ഇപ്പം ഈ സമയത്ത് നമ്മൾ ഈ പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ടാവും. അതിൻ്റെ മുകളിൽ കയറിയിട്ട് പുഴയിലേക്ക് ചാടുക, എന്നിട്ട് ഒരു 1 കിലോമീറ്റർ 1 കിലോമീറ്ററോളം താഴോട്ടേക്കൊക്കെ പോയിട്ട് വീണ്ടും കരയിലൂടെ കയറി വന്നിട്ട് ഈ പുഴയിൽ കയറി ഈ മരത്തിൽ കയറി വീണ്ടും പുഴയിലേക്ക് ചാടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രസകരമായ ചില ഓർമ്മകളുണ്ട്. ആ ഒരു ഓർമ്മകൾ ഇന്നും ആ പുഴേൻ്റെ അടുത്ത് കൂടെ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ആ പുഴയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറയും, പുഴയും നിറയും മനസ്സിലും നിറയും എന്നുള്ളതാണ്. പക്ഷേ അന്ന് കണ്ടതിനെക്കാട്ടിൽ നല്ല വ്യക്തമായ ഒരു പുഴയാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ലൊരു ചിത്രമാണ്. അതോ ഈ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ മാഷ ഫീലിങ്സ് എന്തായിരുന്നു ശരിക്കും? ആ ഒരു ഞാനിങ്ങനെ കാഴ്ച പരിമിതനാകാൻ പോകുന്നു എന്നുള്ള ആ സമയത്തൊക്കെയുള്ള ഫീലിങ്സ് എന്തായിരുന്നു? ചുറ്റുമുള്ളവരുടെ ഒരു പ്രതികരണങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ അന്ന് അനുഭവിച്ചൊരു മാനസിക നില എന്തായിരുന്നു?
അതായത് ഈ കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇത് പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിൽ കരുതുന്നില്ലല്ലോ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ അത് ശരിയായി വന്നേക്കാം. ഇന്നുള്ള ഒരു മങ്ങലൊക്കെ നാളെ തെളിഞ്ഞ് വരുമെന്നൊരു പ്രതീക്ഷ മനസ്സിലെവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആ സമയത്ത് നമുക്കത് എന്താ പറയാന്ന് വെച്ചാൽ നമ്മളെ ഈ സംസാരങ്ങൾ, നമ്മളെ പ്രവൃത്തികളൊക്കെ ആകെ ഡിസോർഡറാവും. അപ്പോൾ അതുവരെ ചെയ്ത കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂടെ പിന്നെ ജീവിക്കുന്ന ആളുകൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അവരാ രീതിയിൽ അത് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ പിന്നീട് നമ്മുടെ പ്രയാസങ്ങൾ ഇങ്ങനെ കണ്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പിന്നെ നമുക്കൊരിക്കലും സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അതിനു മുമ്പുള്ള ഒരു അവസ്ഥ വെച്ചിട്ടാണ് നമ്മളോട് പ്രതികരിക്കുക. പിന്നെ അപ്പോൾ പലപ്പോഴും ചില ആളുകളെ മൈൻഡ് ചെയ്യുന്നില്ല, ചില ആളുകളെ പിന്നെ കൈ വീശി കാണിച്ചിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പിന്നീട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ പിന്നെ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട സമയത്താണ് അവർക്കത് മനസ്സിലായത്. അപ്പം ഞാനത് പറയാത്തത് കൊണ്ട് തന്നെ അവരറിഞ്ഞില്ല. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേരോട് പറയേണ്ടി വരുമല്ലോ. അപ്പം നമ്മുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് അവർ പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കുകയും പിന്നീട് അവർ പിന്നെ എന്നിലേക്ക് കൂടുതലായിട്ട് ചേരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും പിന്നെ സുഹൃത്തുക്കളിൽ ചില ആളുകളുടെ സപ്പോർട്ടും അതിലേറെ ഉപരി പിന്നെ നമുക്ക് തന്നെ ഉള്ളിലുള്ള ഒരു സെൽഫ് സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് അങ്ങനൊരു പ്രയാസത്തിൽ നിന്ന് വലിയൊരു പോറലൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ താജു ഗമാഷെ പ്രൊഫൈൽ വായിച്ചപ്പോൾ 2008 LP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയിൽ കോഴിക്കോട് ജില്ലയിൽ മാഷ്ക്ക് 1ാം റാങ്കാണ്. അതോടൊപ്പം ഈ നേടിയെടുത്ത ക്വാളിഫിക്കേഷനുകളൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞോന്നറിയില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ എന്തായാലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാഴ്ച പരിമിതിയുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ്, എന്തായാലും 16 വയസ്സിന് ശേഷമാണല്ലോ ഇത്തരം ക്വാളിഫിക്കേഷനുകളൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു മുന്നോട്ട് പോക്ക് യാത്ര എങ്ങനെയായിരുന്നു? പഠനവുമായി ബന്ധപ്പെട്ട, ജോലി നേടുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ രൂപം എങ്ങനെയായിരുന്നു? അതായത് ഈ നമ്മൾ കാഴ്ച കുറഞ്ഞു വരുമ്പോഴും എനിക്ക് പിന്നെ വായിക്കുന്നതിന് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുന്നതിന് പ്രയാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് അടുത്ത് വെച്ചിട്ടും വായിക്കാൻ കഴിയാതാവുകയും അങ്ങനെ അകന്നു പോവുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പുസ്തകങ്ങൾ ഒരുപാട് റെഫർ ചെയ്യേണ്ടി വരും. ഒരുപാട് പിന്നെ ആനുകാലികങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് പിന്നീട് ഇത് പഠിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഓഡിയോ പുസ്തകങ്ങൾ ലഭ്യമായിരുന്നു. അപ്പോൾ ഓഡിയോ പുസ്തകങ്ങൾ കിട്ടാവുന്നത്ര ശേഖരിക്കുകയും ഈ അന്ന് അത്രയധികം ഈ മാഗസിനുകൾ, ഞാൻ ഇതിനിടയിൽ പത്രവിതരണം നടത്താൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ പത്രവിതരണം നടത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ 3-4 പത്രം മിനിമം എൻ്റെ കയ്യിലുണ്ടാവും. ഞാനത് മുഴുവനും ഇരുന്ന് വായിച്ച് തീർത്തിട്ടേ പിന്നെ അടുത്ത ഒരു പരിപാടിക്ക് നിൽക്കുള്ളൂ. രാവിലെ അതാണ് പിന്നെ പത്രവിതരണം കഴിഞ്ഞ് വന്നാലുള്ള പരിപാടി. അപ്പോൾ അതൊന്നും പറ്റാതായ സമയത്ത് പിന്നെ വല്ലാത്തൊരു ഒരു 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 ശൂന്യത ഇനി അങ്ങോട്ട് ഇല്ലയെന്ന് തോന്നിയിരുന്നു. ഈ സമയത്താണ് ഈ ഓഡിയോ ബുക്കുകളെ കുറിച്ച് അറിഞ്ഞതും ആ ഓഡിയോ ബുക്കുകൾ ശേഖരിക്കുകയും ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് കാലം പുരോഗമിച്ചതിനനുസരിച്ച് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടൊക്കെ കണ്ടൻറ്റുകൾ പഠിച്ചെടുക്കുന്നതിനോ വായിച്ചെടുക്കുന്നതിനോ നിലവിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാഴ്ചയില്ലെങ്കിലും ആ അക്ഷരങ്ങളൊക്കെ ശബ്ദത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ പിന്നെ അത്തരം ആളുകൾക്കൊക്കെ തന്നെ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് അറ്റം വരെ പോകുന്നതിനോ നിലവിൽ യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ടെക്നോളജി അങ്ങനെ വലിയൊരു സൗകര്യം അംഗപരിമിതരായ ആളുകൾക്ക് നന്നായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓഡിയോ ബുക്കുകൾ എത്രത്തോളം അവൈലബിൾ ആണ്? ഇന്നിപ്പം എല്ലാത്തരം ടെക്സ്റ്റുകളും ഏത് കോഴ്സിന് പഠിക്കുന്ന ആളുകൾക്കും ഒക്കെ ഈ ഓഡിയോ ലഭ്യമാകുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ? നിലവിൽ ഇത്തരം ഒരു സംവിധാനം പല പിന്നെ വ്യക്തികളും ചില സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് ഓഡിയോ രൂപത്തിൽ ലഭ്യമാണ്. വിജ്ഞാനദീപം എന്നൊക്കെ പറഞ്ഞ ചില കൂട്ടായ്മകളും അതുപോലെ നിരവധി വായനാ കൂട്ടായ്മകളുണ്ട്. നമ്മളിപ്പോൾ ഈ നേത്രദാനം
എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, രക്തദാനം എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ ഈ ശബ്ദദാനം നൽകുന്നുണ്ട്. പൊതുവെ സമൂഹത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടാത്ത ഒരു സാധനമായിരുന്നു അത്. അതായത് ആളുകളുടെ ഒഴിവ് സമയങ്ങൾ അവരുടെ ശബ്ദം ഈ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് അക്ഷരങ്ങളെ ശബ്ദരൂപത്തിലാക്കിക്കൊണ്ട് അവർ ശബ്ദദാനം നടത്തുന്നുണ്ട്. അപ്പോൾ ശബ്ദദാനം നടത്തുക എന്നുള്ള ആ ഒരു കാര്യത്തിന് നമുക്ക് സമൂഹത്തിൽ കൂടുതൽ പ്രചാരം കിട്ടേണ്ടതുണ്ട്. കാരണം കാഴ്ചയില്ലാത്തവരുടെ വെളിച്ചമായിട്ട് അറിവ് പകർന്നു കൊടുക്കാൻ ശബ്ദം നൽകുക എന്ന ഒരു ലക്ഷ്യം ആളുകൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ആവശ്യാനുസരണം പുസ്തകങ്ങൾ ആളുകൾക്ക് കിട്ടും. നിലവിൽ ഇത് ശബ്ദരൂപത്തിൽ പലതും ലഭ്യമാണ്. എന്നാൽ ചിലതൊക്കെ പിന്നെ ലഭ്യമാവാത്തതുമുണ്ട്. അത് ആ മേഖല എത്തുമ്പോൾ ഓരോ വ്യക്തികൾ അവരുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ വഴിയോ ഒക്കെ റെക്കോർഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇത്തരം ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അത് വായിച്ചെടുക്കുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോക്ക് ബാക്ക് പോലുള്ള സംവിധാനങ്ങളായിരിക്കും. അതെ 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 ടോക്ക് ബാക്ക് പോലുള്ള സംവിധാനങ്ങൾ അത് നിലവിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൊക്കെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും അതിനൊരു ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ആ ട്രെയിനിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ഒരുപാട് പഠിച്ചെടുക്കാം. ഉണ്ട് എന്നതിനേക്കാൾ ഉപരി അത് ഉപയോഗിക്കാൻ അറിയുക, അത് അറിയുന്നവരുടെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണല്ലോ. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം കൂടി നിലവിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇത് ഒരു വെളിച്ചമായിട്ട് മാറും. ഒരു കാഴ്ച പരിമിതനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നെ ടോക്ക് ബാക്ക് വഴിയുള്ള ടെക്സ്റ്റ് റീഡിംഗ് ആണോ, അതല്ല ഒരു ഓഡിയോ അതേ സാധനം നല്ല വൃത്തിയുള്ള ഓഡിയോ കിട്ടുന്നതാണോ കൂടുതൽ ആശ്വാസവും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം? അത് രണ്ട് രീതിയിൽ നമുക്കത് എടുക്കാം. അതായത് നമുക്കൊരു ഉള്ളടക്കം മാത്രമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അതൊരു പക്ഷേ അത് ടെക്നോളജി ഈ ടോക്ക് ബാക്ക് അല്ലെങ്കിൽ NVDA, ജോസ്, ഓർക്ക എന്നൊക്കെ പറഞ്ഞുള്ള സ്ക്രീൻ റീഡർ മതി നമുക്ക്. ഉള്ളടക്കം മാത്രമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, കാരണം ആ ടെക്സ്റ്റിനെ സ്പീച്ചാക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കിട്ടിയാൽ മതിയാവും. എന്നാൽ ചില പുസ്തകങ്ങൾ, ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ കേവലം അതിൽ അക്ഷരങ്ങൾ മാത്രം നമുക്ക് മതിയാവില്ല. അതിന് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി നൽകുന്ന ചിത്രങ്ങൾ, അതിൻ്റെ ലേ ഔട്ട്, അതിൻ്റെ ഫോണ്ടിൻ്റെ കളേഴ്സ്, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ്, പിന്നെ നൽകിയിരിക്കുന്ന ചില ആശ്ചര്യ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം ചിഹ്നങ്ങൾ, ഇതൊക്കെ ഒരു വ്യക്തി വായിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി വിശദമായിട്ട് വായിക്കാം. കേവലം വായിക്കുക എന്നുള്ളതിനപ്പുറം ഒരു പേജ് എങ്ങനെയാണ് അതിൻ്റെ ലേ ഔട്ട് വരുന്നത് എന്നുള്ളത് നമുക്കൊരു വിവരണം നൽകണം. അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ് പിന്നീടാണ് അതിലെ ഉള്ളടക്കം വായിക്കുക. അപ്പോൾ ആ രീതിയിൽ വായന ആവശ്യമുള്ള ആളുകൾക്ക് ഒരു വ്യക്തി വായിക്കുന്നതാണ് നല്ലത്. അല്ല കണ്ടൻറ്റ് മാത്രമാണ് ആവശ്യമെങ്കിൽ ഇത്തരം സ്ക്രീൻ റീഡറുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇതിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു പോകണം. തീർച്ചയായും ഇത് കേൾക്കുന്ന ആയിരങ്ങളുണ്ട്. നമുക്ക് ഈ രംഗത്ത്, ശബ്ദദാനത്തിൻ്റെ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പീസ് റേഡിയോ അനുബന്ധ കൂട്ടായ്മകൾ. നല്ല ലക്ഷങ്ങൾ മുടക്കിയുള്ള ധാരാളം സ്റ്റുഡിയോസ് നമ്മളെടുത്തുണ്ട്. ധാരാളം വ്യക്തികളെ നമുക്ക് ലഭിക്കും. പാമാനി മൗലവിയുടെ പരിഭാഷ അങ്ങനത്തെ ഒരു ശബ്ദം പകരുന്നൊരു പ്രോജക്റ്റ് നിലവിൽ റണ്ണിങ് ആണ്. അപ്പോൾ അതിലൊക്കെ ആളുകളുടെ അവൈലബിലിറ്റി, അതിൻ്റെ കോർഡിനേഷൻ ഒക്കെയാണ് പലപ്പോഴും വിഷയം. ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ഒരു പിന്നെ യാത്രയിൽ ശ്രോതാവായി തന്നെ ഇപ്പോൾ ഉള്ള ആളാണ് നസ്രുള്ള സലാഹി. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ഞാൻ ഇടയ്ക്കെപ്പോഴോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. പൊതുവെ രാവിലെ അദ്ദേഹം കേൾക്കാറുണ്ട്. അദ്ദേഹം അടങ്ങുന്ന ഒരു ടീം ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒഴിവും തിരക്കും ഒക്കെ വെച്ചിട്ട് വലിയ സമയമെടുത്ത് ആ ഒരു പ്രോസസ്സ് പൂർത്തിയാവുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ബൗദ്ധിക കലാലയങ്ങളിലെ ടെക്സ്റ്റ് ബുക്കുകൾ മുതൽക്ക് മതകലാലയങ്ങളിലെ ടെക്സ്റ്റ് ബുക്കുകൾ വരെയും നല്ല അറിയേണ്ട വായിക്കേണ്ട സാഹിത്യങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ പൊതു ഇടത്തിലേക്ക് കൊടുക്കുന്നിടത്ത് പീസ് റേഡിയോക്ക് ശബ്ദദാനത്തിന് തയ്യാറായ ആളുകളുടെ സഹകരണം ഈ ഒരു ഘട്ടത്തിൽ തേടുകയാണ്. മാഷുമായിട്ടുള്ള ഈ ഒരു സംസാരത്തിൻ്റെ ഒരു ഉൽപ്പന്നമായി എൻ്റെ മനസ്സിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്ലേ ബാക്ക് ആണോ ടോക്ക് ബാക്ക് ആണോ ഓഡിയോ ആണോ കൂടുതൽ ബെറ്റർ എന്നുള്ള ചോദ്യമൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചത്. നമുക്കതിൽ ഇടപെടാവുന്ന ചില സ്പേസുകൾ ഉണ്ടെന്ന് തോന്നുകയാണ്. നിലവിൽ നമ്മുടെ മതപരമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ ഏതാനും പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്കുകൾ നമ്മൾ തയ്യാറാക്കിയത്
പീസ് റേഡിയോ പോലുള്ള സംവിധാനം, മറ്റൊരു സംവിധാനമാണ് ജമീൽ. അത് ഒരു ഓൺലൈൻ ലൈബ്രറിയാണ്. ഉപയോഗിക്കാത്ത ആളുകൾ അത് ജമീൽ എന്ന് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓഡിയോസ് എന്ന ഭാഗത്ത്, ഓഡിയോ ബുക്സ് എന്ന ഭാഗത്ത് നമ്മൾ ഏതാനും ചില ഓഡിയോ ബുക്കുകൾ മനോഹരമായ ശബ്ദത്തിൽ വായിച്ചതുണ്ട്. അത് മാഷ് പറഞ്ഞതുപോലെ അതിൻ്റെ വിഷയത്തിൻ്റെ ഗാംഭീര്യവും ഗൗരവവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വായനകളാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാഷോട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കാഴ്ച കുറഞ്ഞ് പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു മാനസിക സംഘർഷം, ഒരു പ്രയാസം, അത് എങ്ങനെയാണ് തരണം ചെയ്യാൻ പറ്റിയത്? എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? നമുക്ക് പ്രതീക്ഷകൾ അവസാനിക്കാമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അതായത് നാളെ എന്താവും എന്നൊരു ആശങ്ക വല്ലാതെ നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം നാളെ നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാവണം, പിന്നെ അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു താങ്ങും തണലും ആവണം, പിന്നെ സമൂഹത്തിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം. അതിനൊക്കെ ഇപ്പോൾ ഈ ഒരു കാഴ്ച പരിമിതി തടസ്സമാകുമോ എന്നുള്ള ഒരു വലിയൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്ക മനസ്സിലുണ്ട്, പക്ഷെ അതിനൊരു പരിഹാരം മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ പരിഹാരം തേടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ കുറവായിരിക്കും. പക്ഷെ അത്തരം പ്രതീക്ഷകൾ നമുക്ക് കിട്ടിയത് ഇത്തരം ആളുകളും ഇതിനു മുമ്പേ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അവർ ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ പല വഴിക്ക് പരിഹരിച്ച് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളൊക്കെ ഒരു അറിവ് നമ്മളിലേക്ക് എത്തിയപ്പോൾ ഇത് എനിക്കും ഇത് മറികടക്കാൻ കഴിയുന്നു, ഇതിനേക്കാൾ മികച്ച ഒരു സാഹചര്യം നാളെ ഉണ്ടാകുന്നു എന്നുള്ളൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അതായത് പ്രവാചകനെയൊക്കെ ഉദ്ദേശിച്ച് പറയുന്നുണ്ടല്ലോ, അനാഥനായി വളർന്ന പ്രവാചകൻ ലോകത്തിൽ മുഴുവനും വെളിച്ചമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്നത് നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ നല്ലതാണ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ വരാനുള്ളത് എന്നൊരു പ്രതീക്ഷ ഇത്തരം ഖുർആനിക വചനങ്ങളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഈ ഒരു വെളിച്ചം കിട്ടും, അതുപോലെ പലതും ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാവാതെ എന്നാൽ മറ്റുള്ളവർക്ക് കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ഉപകാരമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായി എനിക്ക് മാറാൻ കഴിയും എന്നുള്ളിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ആ തോന്നൽ തന്നെയാണ് മുന്നോട്ടേക്ക് നമ്മളിങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച് കൊണ്ടുവന്നത്. മാഷ് കാഴ്ച പരിമിതി അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് കേൾവി പരിമിതരായ ആളുകളുണ്ട്, ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്. ഈ ആളുകളോടൊക്കെ സമൂഹം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മാഷ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. അതെ. നമ്മൾ ഏകദേശം നമ്മുടെ 21ഓളം അംഗപരിമിതി ഉണ്ട് എന്നാണ് പിന്നെ സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് പലതും നമുക്ക് ചില ഭിന്നശേഷികൾ പ്രകടമാണ്, ചിലത് പ്രകടമല്ല. ഈ മാനസികമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഭിന്നശേഷിത്വം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. എന്നാൽ അല്ലാത്ത ശാരീരികമായ പരിമിതികളാണെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അംഗപരിമിതരായ ആളുകൾക്ക് വേണ്ടത് കേവലം സഹതാപം മാത്രമല്ല, അവരോടുള്ള ഒരു അനുകമ്പ നമുക്ക് തോന്നണം. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് പുഷ്പങ്ങളുണ്ടാവും, ഒരുപാട് പൂക്കളുണ്ടാവും. ആ പൂക്കളൊക്കെ വിടരുന്നത് ഒരേ സമയത്തല്ല, ഒരേ മണമല്ല അത് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വേരുകൾ ഒരുപോലെയല്ല, അതിൻ്റെ ഇലകൾ ഒരുപോലെയല്ല, അത് വളരുന്ന അതിൻ്റെ ചുറ്റുപാടുകൾ ഒരുപോലെയല്ല. അതുപോലെ തന്നെയാണ് സമൂഹത്തിലും. എല്ലാവരും ഒരിക്കലും ഒരുപോലെ ആയി വളരുക എന്നുള്ളത് ഒരു സമൂഹത്തിലും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന ആളുകൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ സമൂഹം അങ്ങനെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ഭിന്നശേഷിക്കാരായ ആളുകളെ കാണുമ്പോൾ
അത് തൻ്റെ ഒരു പ്രയാസമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തനിക്കങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെന്നെ സമീപിക്കേണ്ടത് എന്നൊരു ചിന്തയോട് കൂടി വേണം സാധാരണക്കാരായ ആളുകൾ ഇത്തരം ആളുകളോട് പെരുമാറാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ അംഗപരിമിതിക്കും ഓരോ പ്രയാസങ്ങളാണ് ഉണ്ടാവുക. അതായത് കാഴ്ചാപരിമിതിയുള്ള ഒരാളുടെ പ്രയാസമായിരിക്കില്ല കേൾവി പരിമിതനായ ഒരാൾക്കുണ്ടാവുക. അതുപോലെ തന്നെ ആയിരിക്കും ശാരീരികമായ അസ്ഥി സംബന്ധമായ പരിമിതികളുള്ള ഒരാൾക്ക് അതായിരിക്കില്ല ഉണ്ടാവുക. അതുപോലെ ഓട്ടിസം, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ADHD പോലുള്ള ആളുകൾക്കാണെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും പരിമിതി അനുസരിച്ച് അവരെ ആ പരിമിതികളിൽ നിന്നും മറികടക്കാൻ പരമാവധി അവർക്കാവശ്യമുള്ള രീതിയിൽ പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ ഭിന്നശേഷിക്കാരായ ആളുകളോട് പിന്നെ പൊതുസമൂഹം സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഭിന്നശേഷിക്കാരനായ ഒരാൾ ബന്ധത്തിലോ കുടുംബത്തിലോ അയൽപക്കത്തോ സ്വന്തം ശിഷ്യഗണങ്ങളിലോ ഉണ്ടെങ്കിൽ അയാളിലുള്ള ഒരു പ്രത്യേക കഴിവുണ്ടാകും. ആ കഴിവ് കണ്ടെത്തി അയാളെ ആ വഴിയിൽ നടത്തുക. ആ വഴിയിൽ നടത്തുമ്പോൾ ഈ വ്യക്തി നടക്കുന്നതിലേറെ സമർത്ഥമായി ആ വ്യക്തിക്കൊരു സ്വതന്ത്രമായ മാനസിക സ്വാതന്ത്ര്യത്തോടു കൂടെ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് മാഷ് പറഞ്ഞത്. അപ്പം മാഷ് ഇടപെടുന്ന കുറേ ഏരിയകളുണ്ട്, സമൂഹത്തിന് കൊടുക്കുന്ന കുറേ സേവനങ്ങളുണ്ട്, ചില ട്രെയിനിങ് സംഭവങ്ങളുണ്ട്. മാഷ് അതൊന്ന് ബ്രീഫ് ചെയ്യാമോ? അതെ അതെ. അതായത് നിലവിൽ നമുക്കൊരുപാട് സാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗമിച്ച സാഹചര്യത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകളെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു പ്രയത്നമാണ് ചെയ്യുന്നത്. പല ആളുകളും ഇതുപോലെ 4 ചുമരുകൾക്കുള്ളിൽ പുറം ലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതെ അവരവരുടേതായ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഒതുക്കപ്പെടുകയോ ചെയ്യുന്നത് ഇത്തരം സാധ്യതകൾ അവരിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ലോകത്തുള്ള എല്ലാ അറിവുകളും നമ്മളെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ ആ വിരൽത്തുമ്പിൽ ലഭ്യമായ അറിവുകളെ കാഴ്ചാപരിമിതി എന്നൊരു പരിമിതി ഉള്ളതുകൊണ്ട് കിട്ടാതാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതായത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് തന്നെ സാധാരണ ആളുകൾ എന്തൊക്കെയാണോ അറിവ് ആർജിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാഴ്ചാപരിമിതിയുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയും എന്നുള്ളത് അറിയാത്ത ആളുകൾ ഇന്നുണ്ട്. എന്നാൽ ഇത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രയോജനപ്പെടുത്താൻ അവസരം കിട്ടാതെ, പരിശീലനം കിട്ടാതെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് അത്തരം പരിശീലനങ്ങൾ നിരന്തരമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. അത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം നിരവധി ഓഡിയോ ട്യൂട്ടോറിയലുകൾ നിലവിൽ കുറേ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ പഠനാവശ്യത്തിനുള്ളതാണെങ്കിലും അതല്ല ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായ ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിലും അത്തരം ഒരുപാട് ട്യൂട്ടോറിയലുകൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റോൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സ്ക്രീൻ റീഡർ സഹായത്തോടു കൂടി ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം അത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് വിസ്റ്റത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. ഇപ്പോൾ കാഴ്ചപരിമിതരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ പീസ് റേഡിയോ സംവിധാനം കേൾക്കാനുള്ള ഒരു അവസരം ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ട്യൂട്ടോറിയൽ നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്. ഇത്തരം ചില പ്രവർത്തനങ്ങളാണ് ഈ ഒരു മേഖലയിൽ ചെയ്തു വരുന്നത്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്മാർട്ട് തൊട്ട് കുറേ വെബ്സൈറ്റുകളും ആപ്പുകളൊക്കെ ഉണ്ട്. പൊതു ഇടത്തിലുള്ള കുറേ പൊതുവേ നമ്മൾ ആക്സസ് ചെയ്യേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഈ പോലെ ഇതുപോലെ പിന്നെ കാഴ്ച പരിമിതർക്ക് യൂസർ ഫ്രണ്ട്ലി ആണോ? അവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്? നിലവിൽ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പ്രകാരം എല്ലാ ആളുകൾക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യണം എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നത് ഇത്തരം യൂസേഴ്സ് ഇതിൻ്റെ റിവ്യൂ നൽകുമ്പോൾ അതിൽ എന്താണ് അവരുടെ ആക്സസിബിലിറ്റി ഇഷ്യൂ എന്നുള്ളത് പരിശോധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ അതോറിറ്റിയെ നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുമ്പോൾ
ചില സമയങ്ങളിൽ ചിലതൊക്കെ പരിഹരിക്കപ്പെടും. എന്നാൽ ചിലത് പരിഹരിക്കപ്പെടുമ്പോൾ മറ്റ് ചിലത് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം സർക്കാർ സംവിധാനത്തിൽ നിലവിലുള്ള പല വെബ്സൈറ്റുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിലും ഈ ക്യാപ്ച കോഡ് നമ്മൾ നോക്കി ടൈപ്പ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ വരുമ്പം അത്തരം സ്ഥലങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ചില വെബ്സൈറ്റുകൾ അവിടെ ഓഡിയോ ക്യാപ്ച ഓപ്ഷൻ നൽകുന്നതുകൊണ്ട് തന്നെ ആ ക്യാപ്ചയിൽ എന്താണോ ഉള്ളത് അത് ഓഡിയോ രൂപത്തിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുകയും അത് പിന്നീട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ആ രീതിയിൽ നിലവിൽ നമുക്ക് ആക്സസ് ആകുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഈ ഏതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതൊരു പോർട്ടൽ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൽ ഇത്തരം ആക്സസിബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിച്ച് അത്തരം ആളുകളെ അതിൽ ചേർത്തുകൊണ്ട് ആക്സസിബിലിറ്റി ഇഷ്യൂ ടെസ്റ്റ് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടു കൂടി സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്തരം ആക്സസിബിലിറ്റി ഇഷ്യൂസ് പരിശോധിച്ച് അത് വ്യക്തമായ ഒരു മാർഗരേഖ അതിനുണ്ടാക്കിയിട്ട് ഇനിയുള്ള വെബ്സൈറ്റ് ഡിസൈനിങ്ങിലൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായും വിസ്റ്റം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പീസ് റേഡിയോ ടീം വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇടപെടാവുന്ന വലിയൊരു മേഖലയാണിത്. നമ്മളുടെ നിരവധി ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ഫീൽഡിലുള്ള ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒന്നിച്ചുള്ളൊരു മൂവ്മെൻ്റ് ഇതിൽ ആകാം. 3 കാര്യങ്ങൾ. ഒന്ന്, ഇതേപോലെയുള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്താൽ ആ ലിസ്റ്റ് ചെയ്തത് നമുക്ക് സംവിധാനങ്ങളുമായി സർക്കാരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാനുള്ള ഇടപെടലുകൾ വളരെ കൃത്യമായ ഫോളോ അപ്പോടുകൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, കൃത്യമായ പരിശീലനങ്ങൾ. ഇപ്പോൾ മാഷ്ക്ക് അതിൽ നല്ലൊരു ഡ്യൂട്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ പീസ് യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് മാഷേ നമുക്ക് കുറച്ച് എപ്പിസോഡ്സ് അങ്ങനെ വേണ്ടത് ഷോർട്ട് ടൈമിൽ ആളുകൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള പരിശീലന സെഷനുകൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റും. അതോടൊപ്പം ഇനി എന്തെങ്കിലും ഒരു കാഴ്ച പരിമിതരുടെ ജീവിതം എളുപ്പമാക്കുന്ന ഡെവലപ്മെൻറ്റുകൾ, ആപ്പുകൾ, അല്ലെങ്കിൽ കാഴ്ച പരിമിതരെ മാത്രം എയിം ചെയ്തിട്ടുള്ള അവരുടെ ടോട്ടൽ ലൈഫുമായി എയിം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മൊത്തമൊരു ടോട്ടലി കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു അത്തരം സാധ്യതകളുണ്ടെങ്കിൽ അതുമൊക്കെ മാഷെ നമുക്ക് പരിഹരിക്കാമെന്ന് തോന്നുന്നുണ്ട്. നിലവിൽ ഇത്തരം മേഖലയിൽ പരീക്ഷണം നടത്തി പുതിയ സാധ്യതകൾ തുറക്കുന്ന ചില സംവിധാനങ്ങൾ ഈ അധ്യാപന മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പരപ്പനങ്ങാടിയുള്ള ഒരു ജെയ്സൽ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനുണ്ട്. നിലവിൽ കോഴിക്കോട് കൊളത്തറ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം ഈ അധ്യാപന മേഖലയിൽ അതെ. അപ്പോൾ അദ്ദേഹം നിരവധി എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർസ് ആക്സസിബിലിറ്റിയോട് കൂടി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായി എനിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഏതാണ്ട് 50ഓളം ഇത്തരം എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർസ് നമ്മുടെ ഹാട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അത് എങ്ങനെയാണ് ഒരു വിഷ്വലി ചാലഞ്ചറായ ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതും എന്നാൽ പൊതുവായിട്ട് കുട്ടികൾക്ക് കിട്ടാവുന്നതുമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10ഓളം സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ഓൾറെഡി ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. ബാക്കിയുള്ളതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ ഭാഗമാവാനും നിലവിൽ എനിക്കും അദ്ദേഹത്തോടൊപ്പം സാധിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ഇത്തരം ടെക്നോളജി നമ്മൾ പരമാവധി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി പരിമിതികളെ പരമാവധി മറികടക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് പൂർണ്ണമായ പിന്തുണ പൊതുസമൂഹവും നൽകണം, സർക്കാരും നൽകണം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളും നൽകണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഈ പരിമിതികളെ നമുക്ക് ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ കുറേ യോഗ്യതകൾ പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളേറെ യോഗ്യതകൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നേടിയ ഒരുപാട് ആളുകൾ ഇന്ന് നിലവിൽ എൻ്റെ അതേ പരിമിതി അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത്തരം മേഖലകൾ എത്തിപ്പെട്ട അവരെ കണ്ടിട്ടാണല്ലോ നമ്മളൊക്കെ മുന്നോട്ടേക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നിലവിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജലീൽ മാഷ്,
പരപ്പനങ്ങാടി സ്വദേശി തന്നെയാണ്. അതുപോലെ തന്നെ നിരവധി ആളുകൾ അധ്യാപന മേഖലയിലും അല്ലാതെ നമ്മുടെ സിവിൽ സർവീസ് മേഖലയിലൊക്കെ ഇന്ന് ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്കൊരു പ്രചോദനം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നതേ, ഭിന്നശേഷിക്കാരായ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായ ആളുകളെ നമ്മൾ പരമാവധി ചേർത്ത് നിർത്തണം, അവരുടെ പരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നൊക്കെയാണ്. പക്ഷെ പലരും പറയാതെ പോയ ഒരു സംഭവം, ഈ ഭിന്നശേഷിത്വം ഉള്ള കുട്ടികളുള്ള വീടുകളിൽ താമസിക്കുന്ന രക്ഷിതാക്കളെക്കുറിച്ച് പൊതുസമൂഹം അത്രത്തോളം കൺസേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓട്ടിസം പോലുള്ള ഗുരുതരമായ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ അത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വലുതാണ്. അവർക്കൊരാശ്വാസമാകാൻ ശരിക്കും നമുക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. നമ്മൾ ഈ കുട്ടികളെക്കുറിച്ച് വല്ലാതെ കൺസേൺ ചെയ്യുമ്പോൾ അത്തരം രക്ഷിതാക്കൾ അവരെയാണ് നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ആ രക്ഷിതാവ് ഈ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കും സദാസമയവും. അപ്പോൾ ആ രക്ഷിതാവ് ഒരുപക്ഷേ ജീവിതത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ കുട്ടിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഈ കുട്ടി ഇന്നൊരു കുട്ടിയാണെങ്കിൽ നാളെ വളർന്ന് ഈ സമൂഹത്തിൻ്റെ ഭാഗമാവേണ്ട ഒരാളാണ്. അപ്പോൾ വളർന്ന് വലുതായി വരുമ്പോൾ ഈ കുട്ടി എന്തായിരിക്കും, എങ്ങനെ ആവണം എന്നൊക്കെ ഈ മാതാവിനും പിതാവിനും നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതുപോലെ ഈ കുട്ടികൾ അങ്ങനെ വളർന്ന് വരുമോ വരില്ലേ എന്നുള്ള ആശങ്കയിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ അവർ മാനസികമായി വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രയാസത്തിൽ ഒരു ചെറിയൊരു ആശ്വാസം നൽകാൻ അയൽവാസികൾക്ക് കഴിയണം, നമ്മുടെ നാടിന് കഴിയണം. പ്രയാസം അനുഭവിക്കുന്ന ആരാണെങ്കിലും, അത് ഏത് വ്യക്തികളാണെങ്കിലും, അവരുടെ കൂടെ കൈത്താങ്ങാവാൻ, അവരുടെ കൈവിരൽ പിടിച്ചുകൊണ്ട് അവർക്കൊരു താങ്ങ് നൽകാൻ, അവരുടെ കയ്യിലെ വൈറ്റ് കെയിന് പകരം അവരുടെ കൈകളാവാൻ, വൈറ്റ് കെയിന് പകരം തൻ്റെ കൈ വൈറ്റ് കെയിനായിട്ട് പ്രവർത്തിക്കാൻ, കൂടെ നടക്കാൻ, ചേർത്ത് നിർത്താൻ ആളുകളുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒന്നും തന്നെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാവില്ല. അവരെല്ലാം തന്നെ നമുക്ക് ഈ തുല്യത എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനും, എന്നെപ്പോലെ മറ്റുള്ളവരും ജീവിക്കട്ടെ എന്നും എൻ്റെ കടമയാണ് ഇത് എന്നും ആളുകൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം നമ്മൾ ബോധപൂർവം ഉണ്ടാക്കണം. അത് പഠനകാലത്ത് തുടങ്ങണം, അത് വളർത്തണം, അത് വീണ്ടും മറ്റു തലമുറകളിലേക്ക് പകർന്നു നൽകണം. അതിനുള്ള സാധ്യതകൾ എല്ലാവരും പരിശോധിച്ച് ഒരു സമത്വ സുന്ദരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പൊതുവായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഒരു ചെറിയ പക്ഷി അത് പറന്നു വരുന്നത് അതിൻ്റെ കുഞ്ഞു ചിറകുകളിൽ വിശ്വസിച്ചിട്ടാണ്. അപ്പം ആ കുഞ്ഞു ചിറകുകൾക്ക് ചെറിയൊരു തളർച്ച ഉണ്ടാകുമ്പോൾ അതിന് ഇരിക്കാൻ, തനിക്ക് ആശ്വാസമാകാൻ എവിടെയോ ഒരു മരച്ചില്ല കാത്തിരിപ്പുണ്ട് എന്നൊരു പ്രതീക്ഷ ആ പക്ഷിക്കുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു തളർച്ച ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ തളർച്ചയിൽ ആശ്വാസമാകുന്ന ആരൊക്കെയോ എനിക്ക് ചുറ്റും ഉണ്ട് എന്ന ഒരു തോന്നൽ ഈ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതിയിൽ സമൂഹം പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംസാരത്തിന് അവസരം കിട്ടിയതിലുള്ള ഒരു കൃതജ്ഞത, പ്രത്യേകിച്ച് ഈ രണ്ടുപേരോടൊപ്പം ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിലുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. മാഷാ അല്ലാഹ്. നൗഷാദ് മാഷ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഉള്ളൊരു ചെറിയ യാത്രയാണ് നടത്തിയത്. പറഞ്ഞതിലധികം ഇനിയും അദ്ദേഹത്തിന് പറയാനുണ്ടെന്നറിയാം. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹവുമായി വീണ്ടും നമ്മൾ കൂടിയിരിക്കും. പ്രത്യേകിച്ചും കാഴ്ച പരിമിതർക്ക് വേണ്ടി എന്ത് ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കുറച്ചുകൂടി ഡീപ്ലി, കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കും. കാരണം കുറേ കാര്യങ്ങൾ ആളുകൾക്ക് അറിയുമ്പോൾ കിട്ടുന്ന ഒരു തരം പരിഗണനയുണ്ട്, അല്ലെങ്കിൽ അതൊരു അജണ്ടയാക്കലുണ്ട്. ഇപ്പോൾ നമുക്കിന്ന് ചില അജണ്ടകൾ കിട്ടി, പ്രത്യേകിച്ച് ഇപ്പോൾ ശബ്ദദാനം പറഞ്ഞത്, അതുപോലെ ടെക്നിക്കൽ മേഖലയിലെ ചില അപ്ഡേഷനുകൾ പറഞ്ഞത്. ഇപ്പോൾ ജയ്സലൊക്കെ ഏറ്റെടുത്ത, ജയ്സൽ ഇങ്ങനെ എന്തുണ്ടാക്കിയാലും എനിക്ക് അയച്ചു തരും, ചെക്ക് ചെയ്യാൻ പറയും. നമ്മളെ ഐ സ്റ്റോറും മൂപ്പര് പ്ലേ സ്റ്റോറും ആണെങ്കിൽ ചില പരിമിതികളൊക്കെ മറുപടികൾ കൊടുക്കുന്നിടത്ത് ഉണ്ടാവാറുണ്ടെങ്കിലും അദ്ദേഹം ബേസിക്കലി ഒരു ടെക്കിയൊന്നുമല്ല. പക്ഷേ വളരെ എഫേർട്ട് എടുത്ത് സ്വന്തം സമൂഹത്തിന് വേണ്ടിയുള്ള വലിയ ദൗത്യമാണ് ചെയ്യുന്നത്. നമുക്കൊരു ജയ്സലിനെയും കൊണ്ടുവരാം. ജയ്സലിനെ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ്
ആളുകൾക്ക് കിട്ടിക്കോളും, അത് ആ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കോളും. എന്തായാലും അതിൻ്റെ ടെക്നിക്കൽ മേഖലയിൽ, സാങ്കേതിക മേഖലയിൽ നമുക്ക് കൊടുക്കാവുന്ന സപ്പോർട്ട് ഇൻഷാ അല്ലാ നമുക്ക് കൊടുക്കാമെന്നാണ് തോന്നുന്നത്. ആ നിലക്ക് നമുക്ക് നല്ലൊരു സെഷനായിരുന്നു കഴിഞ്ഞത്. നൗഷാദ് മാഷ് നമ്മളോടൊപ്പം ചേർന്നതിലുള്ള സന്തോഷം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. എൻവിഷൻ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേകമായ പദ്ധതി അതിലൂടെ ഉൾപ്പെടുത്തി വെറുമൊരു സഹായം നൽകുക എന്നത് മാത്രമല്ല, സഹായം നൽകുന്നുണ്ട് ധാരാളം, അൽഹംദുലില്ലാ. അതിനപ്പുറത്ത് ജീവിത കാഴ്ചപ്പാടുകൾ നൽകാനും അതുപോലെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം നൽകാനുമൊക്കെ എൻവിഷൻ ടീം അംഗങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാഴ്ചപരിമിതൻ തന്നെയായ ഗഫൂർ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പീസ് റേഡിയോ ശ്രോതാക്കൾ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒക്കെ അത്തരം പദ്ധതികളുടെ ഭാഗമാകണമെന്ന് കൂടി ഒരു സമയത്ത് ആവശ്യപ്പെടാൻ ഇൻഷാ അല്ലാ. മാഷാ അല്ലാ.